നോക്കൂ, നമ്മൾ വരുന്നത് വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും കേരളത്തിൽ തന്നെ ആശ്രമത്തിന് പല ശാഖകളുണ്ട്. 10-12 ശാഖകളൊക്കെ ഉണ്ട് ആശ്രമത്തിന്. കൊളത്തൂർ മാത്രമല്ല. പക്ഷെ അതിൻ്റെ പ്രവർത്തന കേന്ദ്രം കൊളത്തൂരാണ്. കൊളത്തൂർ എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഒരു സുഗ്രാമമാണ്. അവിടെ ഒരു സന്യാസി ശ്രേഷ്ഠനാൽ സമുദ്ധരിക്കപ്പെട്ട ഗ്രാമമാണത്, ഗുരുവരാനന്ദ സ്വാമികളാൽ. അവിടെ ഗവൺമെൻറ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട്. അതിൻ്റെ പേര് ഗുരുവരാനന്ദ സ്വാമികളുടെ പേരിലാണ് ആ സ്കൂൾ, ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും. കാരണം സ്വാമിജിയാണ് സ്ഥാപിച്ചത്. അവിടെ മിനിയാന്ന് വൈകുന്നേരം സ്കൂൾ വിടുമ്പോൾ, ഇതെന്തിനാ ഈ കഥ ഇവിടെ പറയണമെന്ന് വെച്ചാൽ, എന്താണ് ഇന്നത്തെ വർത്തമാന സമൂഹം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഒരു കാറ്, കുറച്ച് വിലയേറിയൊരു കാറ് വന്ന് സ്കൂളിൻ്റെ മുമ്പിൽ നിന്നു. അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി, ഒരു സഞ്ചിയുണ്ട് കയ്യിൽ. ആ സഞ്ചിയിൽ നിറയെ മിഠായികളാണ്. ഇപ്പം സ്കൂളിൽ നിന്ന് കുട്ടികൾ വിട്ടു പോകുന്ന വഴിയിൽ നിന്ന് ഇയാൾ മിഠായി വിതരണം ആരംഭിച്ചു. നാട്ടുകാർ കൈകാര്യം ചെയ്തോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പെരുമാറി. പക്ഷെ ഉടനെ പോലീസ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ അപകടമൊന്നും ഉണ്ടായില്ല. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇത്ര പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഈ ഇരിക്കുന്നവരൊക്കെ. ഇതാണ് വർത്തമാനകാല കേരളം. ഇതാണ് വർത്തമാനകാല കേരളം. എന്ത് മിഠായിയാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഇത്രയ്ക്കധികം മയക്കുമരുന്നുകൾ പിടിമുറുക്കിയിരിക്കുന്നൊരു സമാജത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ മക്കളെ മക്കൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. കാരണം നിത്യവും ഈ സമാജത്തിൽ വിവിധ പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. അല്ലാണ്ട് ഈ പ്രഭാഷണങ്ങൾ മാത്രമല്ല. ഓരോ ദിവസവും സമീപിക്കുന്ന കുട്ടികൾ, കൊണ്ടുവരപ്പെടുന്ന കുട്ടികൾ, അത് മയക്കുമരുന്നായാലും കൊള്ളാം, ലവ് ജിഹാദിന് അടിമപ്പെട്ടിട്ടായാലും കൊള്ളാം, ഇനി മറ്റു പലതിലും പെട്ടുപോയി നമുക്കിവിടെ വർണ്ണിക്കേണ്ട ആവശ്യമില്ലാത്ത തരം യാതനകളിൽ അകപ്പെട്ടവരായാലും കൊള്ളാം. അവരുമായിട്ട് സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ധർമ്മബോധമില്ലായ്മ എന്നൊക്കെ പറയാം. പക്ഷെ അടിസ്ഥാന പ്രശ്നം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ധാർമ്മിക ആചരണങ്ങൾ പിന്നോക്കം പോയി. ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മയക്കുമരുന്നുകളിൽ പെടുന്ന കുട്ടികളായാലും കൊള്ളാം, നേരത്തെ സൂചിപ്പിച്ച തരം കുരുക്കുകളിൽ പെട്ടുപോകുന്നവരായാലും കൊള്ളാം. എല്ലാത്തിൻ്റെയും നമ്മൾ മൂലം തേടി പോകുമ്പോൾ വീടുകളിലുള്ള ധർമാചാരരാഹിത്യം, സന്ധ്യാസമയത്ത് ഒത്തുചേർന്ന് നാമം ജപിക്കുന്നത് പോലും ഇല്ലാത്തൊരവസ്ഥ. പോട്ടെ, നാമം ജപം പോട്ടെ, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും ഇല്ല. വലിയ വലിയ വീടുകളുണ്ട്, അതിൽ ഹസ്ബൻഡും ഉണ്ട്, വൈഫും ഉണ്ട്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത്യപകടകരമാണ്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പ്രായോഗികമായ ധർമ്മ സന്ദേശം യുവസമൂഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ, ഭാഷയിൽ കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഓരോരുത്തർക്കും. ഇത് സന്യാസിമാരുടെ പണിയല്ല, ഇത് ഭാഗവതാചാര്യന്മാരുടെ പണിയല്ല, ഇത് ആധ്യാത്മിക പ്രഭാഷകരുടെ പണിയല്ല, ഇത് നമ്മൾ ഓരോരുത്തരുടെയും പണിയാണ്. കാരണം നമ്മുടെ ഒന്നാമത്തെ ഗുരു അമ്മയാണ്, അനന്തരം അച്ഛൻ, അനന്തരം ആചാര്യൻ. ഈ 3 ഗുരുക്കന്മാരെ പൂജിച്ച് ഈ 3 ഗുരുക്കന്മാരിലൂടെ എന്തെങ്കിലും നേടിയിട്ടേ നമ്മുടെ സംസ്കൃതിയിൽ ഉയരാനുള്ള മാർഗം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ. ത്രിഭിരേത്യസന്ധിം എന്ന് കഠോപനിഷത്ത്. അമ്മ, അച്ഛൻ, ആചാര്യൻ എന്നിവരിലൂടെ നേടിയിട്ട് ആ അമ്മയെയും അച്ഛനെയും ആചാര്യനെയും ഗുരുനാഥനെ പൂജിക്കുക, അത് നമ്മുടെ അടിസ്ഥാന കർത്തവ്യം. ആ കർത്തവ്യ നിർവഹണം പോലും സമാജമധ്യത്തിൽ നിന്ദിക്കപ്പെടുന്ന കാലഘട്ടം. ഗുരുപൂജ എന്നുള്ളത് മഹാ അപരാധമാണ്.
എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സമയത്താണ് ഈ ഗുരുപൂജ നമ്മളിവിടെ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സത്രം വാസ്തവത്തിലൊരു ഗുരുപൂജയാണ്. ആ ഗുരുനാഥൻ്റെ കാൽക്കലുള്ള സമർപ്പണമാണ്. അത് വ്യക്തിക്കല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൊഫസർ വൈദ്യലിംഗ ശർമാജി അങ്ങനെ വ്യക്തിപൂജ ആഗ്രഹിക്കുന്ന ആളൊന്നും അല്ല. പിന്നെ ഇത് ഗുരുപരമ്പരയ്ക്ക് മുഴുവനാണ്. കൃതാർത്ഥരായ 6 ശിഷ്യന്മാർ, കൃതാർത്ഥരായ എന്ന് പറയാൻ കാരണം ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം ലഭിച്ച 6 ശിഷ്യന്മാർ പണ്ട് പിപ്പലാദ മഹർഷിയെ പൂജിച്ചു. അവർ നമ പിപ്പലാദായ എന്ന് പറഞ്ഞില്ല. നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യ എന്ന് പറഞ്ഞു. ആ സന്ദേശം വേണ്ടതുപോലെ ഉൾക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ധർമ്മ പ്രസരണ മാർഗത്തിൽ സ്വയം അനുഷ്ഠിച്ചും അതുപോലെ പ്രസരിപ്പിച്ചും മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് ഹാർദമായി സങ്കല്പിച്ചും ആശംസിച്ചും ഈ കാര്യപരിപാടി ധന്യധന്യമാണ് എന്നുള്ളത് ആവർത്തിച്ചും ഇതിൻ്റെ സംഘാടകരെ വൈദ്യലിംഗ ശർമ്മ മാഷ്ടെ ആ ഒരു മുമ്പിൽ ഈ ഒരു കാണിക്ക സമർപ്പിക്കാൻ ചെയ്ത ഉത്സാഹത്തെ അഭിനന്ദിച്ചും, പ്രത്യേകിച്ച് നമ്മളെയൊക്കെ ഇതിന് ക്ഷണിച്ചത് ഭാഗവതാചാര്യനായിട്ടുള്ള ശ്രീ മിഥുനപ്പള്ളിയാണ്. അദ്ദേഹത്തിനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്ട് ഒരു 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 സമർപ്പണം എന്നുള്ള രീതിയിൽ ഗുരുനാഥനിലുള്ള ആ ഒരു ആദരവിൻ്റെ സ്വാഭാവിക പ്രകടനമായിട്ടുള്ള പരിശ്രമമായിട്ട് അതിനെയും പ്രത്യേകിച്ച് അനുമോദിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂട്ടായ സങ്കല്പത്തോടുകൂടി ഇത് സമുദ്ഘാടനം ചെയ്തതായി പറയട്ടെ. കൂടുതൽ ദീർഘമായി വിഷയാന്തരങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഇനി ഈ മൈക്രോഫോൺ കിട്ടിയ സ്ഥിതിക്ക്, നിങ്ങളെപ്പോലെ കുറേ പേരെ മുമ്പിൽ കിട്ടിയ സ്ഥിതിക്ക് ഒരു പരസ്യം കൂടി പറഞ്ഞിട്ട് ഉപസംഹരിക്കാം. ഈ ഒക്ടോബർ 7-ാം തീയതി മുതൽ 21-ാം തീയതി കൂടിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ പൂർണ്ണമായിട്ട് സന്യാസിമാരുടെ നേതൃത്വത്തിൽ, മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ധർമ്മ സന്ദേശയാത്ര നടക്കുകയാണ്. നിങ്ങൾക്ക് അധികം ആൾക്കാർക്കും അറിയുണ്ടാവും. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ. അത് വെറൊരു യാത്രയല്ല. അതിന് മുൻപായിട്ട് ഇപ്പോൾ രാമായണ മാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ യുവജനങ്ങളെ ഉദ്ദേശിച്ച്, പെൺകുട്ടികളെ ഉദ്ദേശിച്ച് ഒക്കെ വിവിധ കാര്യപരിപാടികൾ എല്ലാ ജില്ലകളിലും നടക്കും, തൃശ്ശൂരും നടക്കും. അപ്പോൾ ഏതേത് ജില്ലകളിൽ നിന്ന് വന്നവരാണോ അവിടെ അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം എല്ലാവരും. കാരണം ഇത് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും കൂടിയിട്ടാണ്. അത് കഴിഞ്ഞ് ആ യാത്രയിലും എല്ലാവരും പങ്കാളികളാവണം. മൊത്തം സന്യാസിമാർ ഒത്തൊരുമിച്ച് ഒരു ശബ്ദം, ഇന്നത്തെ വർത്തമാന കേരളത്തിൽ അനിവാര്യമായ ശബ്ദം സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതുകൂടി ഈ സന്ദർഭത്തിൽ ഈ മൈക്രോഫോൺ കിട്ടിയപ്പോൾ മാർഗദർശക മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. വളരെ വളരെ സന്തോഷം.